ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് LDC 2027 അതിൽ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി എന്താണ് എന്നുള്ളതാണ്. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ ഒരു കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ചങ്ങാതി, ഓപ്ഷൻ ബി അതിഥി, ഓപ്ഷൻ സി മാതൃഭാഷ, ഓപ്ഷൻ ഡി സൗഹൃദം. നാലും കൺഫ്യൂഷൻ വരുന്ന ടൈപ്പ് ഓഫ് ഓപ്ഷൻ ആണ് അല്ലെ. ചങ്ങാതി, അതിഥി, മാതൃഭാഷ, സൗഹൃദം. നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ എന്താണ് അല്ലെ, അവര് എങ്ങനെയാണ് പറയാറ്? അതായത് അതിഥി തൊഴിലാളികളാണെങ്കിലും അവർ നമ്മുടെ ചങ്ങാതിമാരാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഈസ് ചങ്ങാതി. ചങ്ങാതി പദ്ധതി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഇതര സംസ്ഥാന തൊഴിലാളികളെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി ലിറ്ററസി പ്രൊജക്ട്. അപ്പം ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോയത്. ഇപ്പൊ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നതുകൊണ്ട് അതിഥി എഴുതരുത്. മാതൃഭാഷ, സൗഹൃദം ഇതെല്ലാം തെറ്റരുത്. ചങ്ങാതി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് ലോക രക്തദാന ദിനം ഏത് ദിവസമാണ് എന്നുള്ളതാണ്. ജൂൺ 5, ജൂൺ 8, ജൂൺ 14, ജൂൺ 21. ഏത് ദിവസമാണ്? ജൂൺ 14നാണ് ലോക രക്തദാന ദിനം എന്നാണ്. ജൂൺ 14നാണ് അല്ലെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം: 2026 ജൂണിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? അപ്പൊ ഇന്ത്യയാണ് 2026 വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ്? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. കണ്ടോ, ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ മതി ആക്ച്വലി അല്ലെ. പക്ഷെ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ്, അതായത് സെക്കൻഡ് പൊസിഷൻ ആണ് ചോദിക്കുന്നത്. PSC എപ്പോഴും നിങ്ങൾക്ക് പറയാം, ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണെന്ന് അറിയാം. എന്നാൽ ഇപ്പൊ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തവർക്ക് അറിയാം രണ്ടാമത്തെ വാതകം. അല്ലാതെ എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. സോ 2026 ജൂണില് ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് എന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ആണ്. സോ ഇന്ത്യയാണ് 2026 ചാമ്പ്യന്മാരായത്. സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ്? ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ്. നാലാമത്തെ ചോദ്യം: ലോക ബ്രെയിൻ ട്യൂമർ ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ജൂൺ 5, 6, 7, 8. ദ റൈറ്റ് ആൻസർ ഈസ് ജൂൺ 8നാണ് ലോക ബ്രെയിൻ ട്യൂമർ ദിനം ആഘോഷിക്കുന്നത്. ഓക്കെ, എല്ലാ വർഷവും ആചരിക്കുന്നത് ലോക ബ്രെയിൻ ട്യൂമർ ദിനം എല്ലാ വർഷവും ജൂൺ 8നാണ് ആചരിക്കുന്നത്. അടുത്തത് സസ്യങ്ങളില് ജലവും ധാതു ലവണങ്ങളും കടത്തുന്ന കല ഏതാണ് എന്നുള്ളതാണ്. ഈ സസ്യങ്ങളില് ജലവും ധാതു ലവണങ്ങളും ഇപ്പൊ ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഇതിൽ തന്നെ ആൻസറും ഉണ്ട് അല്ലെ. ഫോട്ടോസിന്തസിസ് പ്രൊഡക്ട്സ് ഫ്ലോയം എന്നും വാട്ടർ ആൻഡ് മിനറൽസ് സൈലം എന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻസിൽ തന്നെ ഫ്ലോയം, സൈലം, മെരിസ്റ്റം, കോളൻ, കൈമ. സോ ദി റൈറ്റ് ആൻസർ ഈ സൈലം ആണ് കേട്ടോ. അപ്പോ ഈ സസ്യങ്ങളിലെ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ധാതു ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലം എന്ന കലയാണ്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം വഴി ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയം എന്ന കലയാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കലകളെ മെരിസ്റ്റം എന്നും സസ്യങ്ങൾക്ക് വഴക്കവും ബലവും നൽകുന്ന കലകളെ കോളൻ കൈമ എന്നും വിളിക്കുന്നു. അപ്പൊ സസ്യങ്ങളിൽ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ധാതു ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലവും, അതുപോലെ തന്നെ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം വഴി ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയവും, അതുപോലെ തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കലകളെ എന്താന്ന് പറയാം? മെരിസ്റ്റം എന്നും സസ്യങ്ങൾക്ക് ബലം നൽകുന്നത് കോളൻ കൈമയാണ്. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യം: 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇഗ സിയാടെക്, ഓപ്ഷൻ ബി മിറ ആൻഡ്രീവ, ഓപ്ഷൻ സി ആര്യാന സബലേഗ, ഓപ്ഷൻ ഡി കൊക്കോ ഗഫ്. ആരാണ് റൈറ്റ് ആൻസർ? ആർക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് എന്നുള്ളതാണ്. ഇത് ആരാണ്? ഇഗയാണോ, മിറയാണോ, സബലേങ്ക അല്ല എന്നറിയാലോ. സബലേങ്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് മിറ ആൻഡ്രീവ. ഓക്കെ, 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മിറ ആൻഡ്രീവ.
അടുത്തത് ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി അത് GSCO ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എന്നുള്ളതാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി എവിടെയാണ്? മുംബൈ, ന്യൂഡൽഹി, ബംഗളൂരു, ഹൈദരാബാദ്. റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം ഇന്ത്യയുടെ പുതിയ വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? പരമേശ്വരൻ അയ്യർ, നീലകണ്ഠ മിശ്ര, ശശാങ്ക് മനോഹർ, ഉർജിത് പട്ടേൽ. The right answer is നീലകണ്ഠ മിശ്ര അല്ലേ? And he is selected as the executive director of World. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ചോദ്യം. ഇന്ത്യ AI മിഷന്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ സുദീപ് ശ്രീവാസ്തവ, ഓപ്ഷൻ ബി സൗരഭ് വിജയ് അല്ലെ, ഓപ്ഷൻ സി അഭിഷേക് സിംഗ്, ഓപ്ഷൻ ഡി രാജീവ് ചന്ദ്രശേഖർ. The right answer is സൗരഭ് വിജയ്. ഓക്കെ, അപ്പൊ ഇന്ത്യ AI മിഷന്റെ CEO ആയിട്ട് സൗരഭ് വിജയ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. 2026 ബ്രിക്സ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ മേധാവികളുടെ സമ്മേളനം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കൊച്ചി, ബാംഗ്ലൂരു, ചെന്നൈ, പൂനെ. The right answer is ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് 2026 ബ്രിക്സ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളുടെ സമ്മേളനം നടന്നത് ബാംഗ്ലൂർ വെച്ചിട്ട്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ എന്താണ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മെയിൻ ആയിട്ട് ഉപകാരപ്പെടുകയാണ് നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.